ഹായ്, ഇന്ന് പാർട്ട് 2 ആണ്. ഇന്നലെ ബാക്കി വെച്ച് പോയതല്ലേ. ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ സംഭവിച്ചു, ഇത് ശരിയായോ ഇല്ല എന്നൊക്കെ നമുക്ക് കാണണ്ടേ. അപ്പൊ നമുക്ക് നോക്കേ. അങ്ങനെ മൈലാഞ്ചി ട്യൂബ് നല്ല ടൈറ്റ് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നല്ല ഫ്ലോയിൽ തന്നെ കേട്ടോ വന്നത്. സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന മൈലാഞ്ചി ട്യൂബിനേക്കാളും ഫ്ലോയിൽ കിട്ടുന്നുണ്ട്. ഓർഗാനിക് കോൺസ് ഒക്കെ വരുന്നൊരു ഫ്ലോ ഉണ്ടല്ലോ, അതുപോലെ നമുക്കിങ്ങനെ വെള്ളം മിക്സ് ചെയ്താൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇത് ഞാൻ കുറേ എടുത്ത് വെച്ച പേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. മൈലാഞ്ചി ചിലതൊക്കെ ഇട്ടതിൻ്റെ ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷമാണ് ഞാൻ വൈപ്പ് ചെയ്ത് എടുത്ത് വെച്ചത്. അപ്പം ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ കട്ടാവുമല്ലോ, അതൊക്കെ ഈ പേസ്റ്റിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒപ്പാണ് മിക്സ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് സ്റ്റെക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഫിൽറ്ററൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക ഫോൾട്ടേക്ക് വന്നേ. അത് വെച്ചാൽ നല്ല കറക്റ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷണം വിജയിച്ചതായി ഞാൻ അറിയിക്കണേ. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണതെന്നും കൂടി നിങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ അത് പോയിന്റഡ് നിബാക്കാൻ പോവാണേ. ഈ പരീക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, മറക്കാനൊന്നും ടൈം ആയിട്ടില്ല. അതിൻ്റെ മുന്നത്തെ പരീക്ഷണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലും കൂടി പരീക്ഷിക്കുകയാണ്, നമുക്കൊന്നും കൂടി നൈസായിട്ട് വരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ നൈസായിട്ട് നമുക്ക് ഡിസൈൻസ് കിട്ടുന്നുണ്ട്. പിന്നീട് ഞാൻ അങ്ങോട്ട് വരയോട് വര തന്നെയായിരുന്നു. എന്ത് ചെയ്തെന്നൊന്നുമില്ല, ഒരു വരടും അത് പിന്നെ എന്താക്കാന്നുള്ള രീതിയിൽ വേറെ ചെയ്യും. അങ്ങനെ ഇന്ന ഡിസൈനെന്നൊന്നുമില്ല. ഞാനൊരു ആർട്ടിസ്റ്റായി മാറിയ. അങ്ങനെ അർത്ഥവത്തായ ചിത്രങ്ങളുണ്ടാവുമല്ലോ, നമുക്ക് മനസ്സിലാവാത്ത അർത്ഥവത്തായ പിക്ചേഴ്സ്, അതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പറയണേ ഇതെന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണല്ലോ ഉണ്ടാവുക. വിലയേറിയ ആർട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ലല്ലോ, അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലോ ടെസ്റ്റ് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഇത് വിജയിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ചോന്നിട്ടുണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഈ പേസ്റ്റ് കുറേ ഇട്ടിട്ട് പിന്നെ അതെടുത്ത് വെച്ച് പിന്നെ വെള്ളം ചേർത്തൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ പേസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റെയിന് നല്ല കുറവായിരുന്നു. ഒരു പാടും ഇത് കഴുകിയതിൻ്റെ ശേഷം എൻ്റെ കൈമേൽ ഉണ്ടായിട്ടില്ലേ. ഷോപ്പിൽ നിന്ന് വാങ്ങിയ കോൺസ് പേസ്റ്റ് പുറത്തെടുത്ത് കുറച്ച് വെള്ളത്തുള്ളികൾ മിക്സ് ചെയ്ത് ഇളക്കി അതിൻ്റെ ശേഷം റീഫിൽ ചെയ്തിട്ട് ഉപയോഗിക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ല ഫ്ലോയിൽ കിട്ടും. അതിന് സ്റ്റെയിൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കേടാ, ബൈ.